യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതായ വേദഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമായിരുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ശിശുക്കൾ എന്നുള്ളതായ അവസ്ഥയിലല്ല, മറിച്ച് നമ്മൾ പക്വതയിലേക്ക്, അഥവാ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ തികഞ്ഞ പുരുഷത്വവും അതേപോലെ തന്നെ പക്വതയും പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ആരും തന്നെ ശിശുക്കളായിരിക്കാൻ പാടില്ല. ശിശുക്കൾ എന്ന് അർത്ഥമാക്കുന്നത് ആത്മീകമായി വളർച്ച പ്രാപിക്കാത്ത ആളുകളെയാണ്. ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികളാണ് എന്നുള്ളതിന് വർഷങ്ങളുടെ പാരമ്പര്യം പറയുമായിരിക്കാം. പക്ഷേ ആത്മീയമായ ഭക്ഷണം അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ അവർ അനുഭവിച്ച് അതിൽ അവർക്ക് മുതിർന്നു വരുവാനോ വളരുവാനോ പക്വത പ്രാപിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അവർ എല്ലാവരും തന്നെ ശൈശവ അവസ്ഥയിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ കഴിഞ്ഞ ദിവസം ഈ 14-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അപ്പോൾ ഇന്ന് സഭയിൽ അനേകരും നേരിടുന്നതായ പ്രശ്നം ഇതാണ്. ഉപദേശത്തിന്റെ വിവിധ കാറ്റുകൾ ഒരു തിരമാല പോലെ നമ്മുടെ നേരെ കടന്നു വരുന്നതായ അനുഭവങ്ങളുണ്ട്. അതിൽ ഏതാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളും വ്യക്തമായ നിലപാടുകൾ ഇല്ലാതെ പതറി ഇരിക്കുന്നതായ അനേക ആളുകളുണ്ട്. അവർ മനസ്സിലാക്കണം, നിങ്ങൾ അങ്ങനെ ഇരിക്കുവാനുള്ളവരല്ല, മറിച്ച് നിങ്ങൾ തികഞ്ഞ പുരുഷത്വവും അതേപോലെ തന്നെ നിങ്ങൾ പക്വതയും പ്രാപിക്കേണ്ടവരാണ് എന്നുള്ളതായ വലിയ സത്യം. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വാക്യം 15 നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നമ്മൾ എപ്രകാരമാണ് വളരേണ്ടത് എന്നുള്ളതായ ഒരു പ്രധാനപ്പെട്ട സൂചന ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ മക്കൾ അവരുടെ വളർച്ചയെ മാതാപിതാക്കൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മെ ഓരോരുത്തരെയും കാണുന്നത്. നമ്മൾ വളരുന്നവരായി തീരണം എന്നുള്ളതാണ്. അവൻ എപ്പോഴും നമ്മെ അതിനു വേണ്ടി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ സ്വത്രാച്ചിടുന്നതല്ല ദൈവത്തിന് പ്രാധാന്യം, നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് പ്രാധാന്യം. നമ്മൾ സഭയിൽ കടന്നു വന്ന് കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുന്നു എന്നുള്ളതല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന് വലിയ ഇഷ്ടം നമ്മൾ തുള്ളിച്ചാടുന്നതും ബഹളം വയ്ക്കുന്നതും നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും ഇതൊക്കെയാണ് ദൈവത്തിന് വലിയ കാര്യമെന്നാണ് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തുള്ളിച്ചാടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു, നിങ്ങൾ നല്ലവണ്ണം പാട്ട് പാടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം സന്തോഷിക്കില്ലെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ദൈവത്തിന് ഏറ്റവും വലിയ കാര്യം എന്താണ്? നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നും അവർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണമെന്നോ, എന്നും അവർ കളിച്ച് രസിച്ച് നടക്കണമെന്നോ, എന്നും അവർ ഒരു കുട്ടിത്വ സ്വഭാവത്തിൽ ജീവിക്കണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അവരെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കളെല്ലാവരും വളർന്നു വരണമെന്നും അതേപോലെ തന്നെ അവർ പക്വത പ്രകടിപ്പിക്കണമെന്നും അവരുടെ സ്വഭാവത്തിൽ അവർ വളരെയധികം ശ്രേഷ്ഠരായി ഉത്കൃഷ്ട മാനസരുമായി മാറണമെന്നും ഒക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആത്മീകമായ വളർച്ച പ്രാപിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു അളവാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഈ തലയോളം എന്നുള്ള ആ ഒരു പദം അവിടെ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ സകലത്തിലും വളരുവാൻ ഇടയാകും എന്നുള്ളതായ ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത്. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് വളർന്നതെന്ന് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വളർച്ച സകലത്തിലും പൂർണ്ണതയുള്ള വളർച്ചയായിരുന്നു. ദൈവം ആഗ്രഹിച്ച വളർച്ചയായിരുന്നു യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്. അവസാനമായി ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയതുപോലെ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിനെ ഏറ്റവും അധികം ഉയർത്തി. അപ്പോൾ
യേശുക്രിസ്തു അവൻ പൂർണ്ണ വളർച്ച എത്തി. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക വളർച്ച കർത്താവ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ വളർച്ചയെക്കുറിച്ചല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്, മറിച്ച് അവന്റെ ആത്മീക വളർച്ചയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്നത്, അവൻ നാം ഓരോരുത്തരും അവനെ പിന്തുടരുവാൻ നല്ല ഒരു മാതൃക അവൻ വെച്ചിട്ട് പോയിരിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ഈ തല എന്നുള്ള ആ ഒരു പദം കൊടുത്തിരിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തു സഭയുടെ തലയാണ്, സഭ ശരീരവും കർത്താവ് യേശുക്രിസ്തു അതിന്റെ തലയുമാണ് എന്നുള്ള ആ ഒരു വീക്ഷണത്തിൽ, ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്ന് മാത്രമല്ല, ഇവിടെ തലയോളം എന്ന് കൊടുത്തിരിക്കുന്ന ആ വാക്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം, നമ്മുടെ വളർച്ചയുടെ ഡിറക്ഷൻ എങ്ങോട്ടാകണം. അതായത് നമ്മളുടെ വളർച്ചയുടെ ആ ഒരു ഡിറക്ഷൻ, ആ ഒരു ദിശ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു എന്ന സഭയുടെ തലയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. യേശുക്രിസ്തുവിനെ വിട്ട് നമ്മൾ വളരുകയല്ല, യേശുക്രിസ്തുവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയി നമ്മൾ വളരുകയല്ല. ഇന്ന് നമുക്കറിയാം, എപ്പോഴും സഭയിലുള്ള ആളുകൾ അവർ ഐക്യത്തോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഒരു സഭ വളരെ ഐക്യത്തോടുകൂടെ നമ്മൾ കാണുമായിരിക്കാം. അവരുടെ തീരുമാനങ്ങളിലെ ഐക്യത, അവരുടെ സമ്മതങ്ങളിലെ ഐക്യത, അവരുടെ പ്രാർത്ഥനയിലെ ഐക്യത, ഇതെല്ലാം നമുക്ക് എവിഡന്റ് ആയിട്ട് കാണുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള സഭ, അത് എത്രത്തോളം ഫിസിക്കലി ഐക്യമുള്ളതാണെങ്കിലും ആ സഭ ഒരിക്കലും ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്നില്ല. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെ ദിശ. കർത്താവ് യേശുക്രിസ്തു എന്ന സഭയുടെ ആ തലയായിരിക്കണം നമ്മുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിവിടെ വായിക്കുന്നത് പോലെ നമ്മൾ വളരേണ്ടത് സകലത്തിലും വളരണമെന്ന് ഇവിടെ ഉദ്ദേശിക്കുക. താഴോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റു ചില ആശയങ്ങളും കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസത്തെ പ്രഭാത ധ്യാനത്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. പക്ഷെ അന്നേരവും നമ്മൾ ഈ ഒരു ഭാഗം ഉദ്ധരിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഈ സകലത്തിലും വളരുവാൻ ഇടയാകും എന്നുള്ളതായ ആ പ്രയോഗത്തിനും കൂടെ ഒരു വിശദീകരണം നൽകിയ ശേഷം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമാറാകട്ടെ. സകലത്തിലും വളരുക. നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ത്വക്കുണ്ട്, ഇതെല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇവയിൽ ഒരു അവയവം മാത്രമാണ് വളരുന്നത്. നമ്മൾ ഭക്ഷിക്കുന്നതായ ആഹാരത്തിലെ ആ ന്യൂട്രിയൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും, എല്ലാ ഭാഗങ്ങളിലേക്കും, അത് ആന്തരിക അവയവമാകട്ടെ ബാഹ്യ അവയവമാകട്ടെ, എല്ലാത്തിലേക്കും ശരീരം ഒരേപോലെ തന്നെ അതതിന് ആവശ്യമുള്ളതായ രീതിയിൽ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ വളർച്ച ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, കണ്ണിന് സഹായകരമായ ഭക്ഷണം ഏതാണ്, അതിന് വേണ്ടതായ വൈറ്റമിൻ ഏതാണ്, അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് വേണ്ടതായ വൈറ്റമിൻസ് ഏതാണ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അതിന് തക്കതായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കാം നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതേപോലെ തന്നെ ശരീരമാകുന്ന സഭ, ആ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടതായ സകല ന്യൂട്രിയൻസും കൊടുക്കുന്നത് ഈ സഭയുടെ 4 വിധ ശുശ്രൂഷകളിൽ കൂടിയാണ്. ഈ ഒരു കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ 4 വിധ ശുശ്രൂഷകൾ എപ്പോഴും ഒരു സഭയ്ക്ക് ആവശ്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, സഭ എന്നുള്ളതായ ആ വിശാലമേറിയ ആ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ക്രമീകരണങ്ങളിൽ നമ്മൾ അവയവങ്ങളായി ഇരിക്കുന്നു. നമ്മൾ ക്ഷീണിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ബലഹീനമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകൾ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുകയും അതേപോലെ തന്നെ വ്യക്തിപരമായി ആ ശുശ്രൂഷകളിൽ നിന്ന് ലഭിക്കുന്നതായ ആത്മീയമായ പരിപോഷണങ്ങളാൽ നമ്മൾ ആരോഗ്യമുള്ളവർ ആയിത്തീരണം. അതിനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ആരോഗ്യമുള്ള ഒരു സഭ, ഒരു ശരീരമെന്ന വണ്ണം ഞങ്ങൾ എത്രത്തോളം ആരോഗ്യമുള്ളവരായി തീരണമെന്നും ഞങ്ങൾ സ്നേഹത്തിൽ സംസാരിക്കുന്നവരായി തീരണമെന്നും ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ ആരും തന്നെ അസത്യങ്ങളല്ല സംസാരിക്കേണ്ടത്, സത്യം തന്നെ സംസാരിച്ച്, ദൈവവചനമാകുന്ന സത്യം സംസാരിച്ച് മുന്നോട്ട് പോകുവാൻ, ആരോഗ്യമുള്ള സഭയായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇനി വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.